എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ ഒരുപാട് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ്. എന്ത് ഉദ്ദേശം എന്ന് പറയുന്നത്, ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലെയുള്ള പരീക്ഷകൾക്ക് അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് പോലെയുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യുക എന്നുള്ള സെഷനാണ് ഈ സെഷൻ. അപ്പോൾ ടഫ് ചോദ്യങ്ങളുടെ സെഷനിൽ നമ്മളിന്ന് ആനി മസ്കറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സാണുള്ളത്. അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനാണ്. ഇന്ന് ഒരു ചോദ്യം, സാധാരണഗതിയിൽ ഈ പറയുന്നൊരു ടഫ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സെഷൻ ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. കോൺസെപ്ഷ്യലായിട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്കറിനാണ്. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്കറിനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു ആനി മസ്കറിൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രി ആണോ? 3, ആനി മസ്കറിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരമാണ്. ആനി മസ്കറിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരത്താണ്. 4, ആനി മസ്കറിൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2013 ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്കറിനാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ആനി മസ്കറിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരമാണ്. ആനി മസ്കറിൻ്റെ വെങ്കല പ്രതിഭ അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ് എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സിന്. ഉത്തരത്തിലേക്ക് പോകാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നോക്കണം. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്കറിനാണോ? ശരിയല്ലേ? പ്യൂർലി ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. കാരണം ഫാക്ട്സ് കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നെഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്കറിനാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു ആനി മസ്കറിൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രി ആണോ? ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 3, ആനി മസ്കറിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കൺഫ്യൂസിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആനി മസ്കറിൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ആനി മസ്കറിൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് വർഷമാണ്? 2013. അത് ചെയ്തത് നരേന്ദ്രമോദിയാണോ? അത് നിർവഹിച്ചത് നരേന്ദ്രമോദിയാണോ? വെങ്കയ്യ നായിഡു ആണോ? അല്ല, ഹമീദ് അൻസാരിയാണ്. ഹമീദ് അൻസാരി. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആരാണ് അനാച്ഛാദനം ചെയ്തത്? ഹമീദ് അൻസാരിയാണ്. ആനി മസ്കറിൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് 2013. അത് ഹമീദ് അൻസാരിയാണ്, നരേന്ദ്രമോദി അല്ല. അപ്പോൾ 1, 2, 3 ആണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ശരി. 1, 2, 3 ആണ് ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ടഫ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം നമ്മൾ ഓരോ പ്രാവശ്യം ഫെമിലറൈസ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് ആക്കാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫാക്ച്വലായി പോയി. അതുകൊണ്ട് തന്നെ ഫാക്ട്സ് അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.